കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു ക്ഷീണം തീർക്കാൻ ബയേൺ ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോയിൽ അങ്ങോട്ട് ഇറങ്ങി കളിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈനിങ് എന്ന് പറയുമ്പോൾ ജാവോ പലീനയുടെ സൈനിങ് ആണ്. പോർച്ചുഗലിൻ്റെയും ഫുൾഹാമിന് വേണ്ടിയിട്ടും കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജാവോ പലീനയെ അവരിപ്പോൾ 55 മില്യൺ യൂറോയുടെ ഒരു ടോട്ടൽ പാക്കേജിൽ ഇപ്പോൾ ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. 2028 വരെയുള്ളൊരു കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ പലീന സൈൻ ചെയ്തിരിക്കുന്നത്. യെസ്, ആ ഡീലിപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പലീനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ആൾ. ഡിഫൻസീവിലെ ആൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു ഡിസ്ട്രോയറായിട്ട് മിഡ്ഫീൽഡിൽ നിൽക്കാൻ പറ്റിയൊരു പ്ലെയറാണ്. നല്ല ടാക്ലിംഗ് എബിലിറ്റി ഒക്കെ ഉള്ള പ്ലെയറാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് പലീന. പുതിയൊരു പ്ലെയറൊന്നല്ല, ഓൾറെഡി എല്ലാവരും റേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. സോ ഇതൊരു നല്ല ഡീലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഏതായാലും ബയേണിൽ സക്സസ് ആകുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ബയേൺ അതിൻ്റെ ഇടയിൽ കൂടെ സിമൺസിനെയും ടീമിലെത്തിക്കാൻ നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അത് കൺഫേം ആയിട്ടില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു ഡീല് ബയേൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡീലാണ് സിലെൻസ്കി ഒരു ഫ്രീ ഏജൻ്റായിട്ട് ഇൻ്റർ മിലാനിലേക്ക് പോയിരിക്കുകയാണ്. നെപ്പോളിയിൽ നിന്നാണ് ആളിപ്പോൾ ഇൻ്റർ മിലാനിലേക്ക് എത്തുന്നത് ഫ്രീ ഏജൻ്റായിട്ട്. സോ അതും ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ആർസനലും ചെൽസിയും ഒരു പ്ലെയർക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഇറ്റലീൻ്റെ ഡിഫൻഡർ ആയിട്ടുള്ള ഗലാഫിയോറിക്ക് വേണ്ടിയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ രംഗത്തുള്ളത്. ആ റേസിൽ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ആർസനലാണെന്നാണ് പറയുന്നത്. കാത്തിരുന്ന് കാണാം ഈ പ്ലെയർ അങ്ങോട്ട് പോകുന്നു. ബൊളോഗ്നയ്ക്ക് വേണ്ടിയിട്ട് സീരിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. നല്ല ടാലൻ്റുള്ള ഡിഫൻഡറാണ്, വളരെ യങ്ങായിട്ടുള്ള ഡിഫൻഡറാണ്. കാത്തിരുന്ന് കാണാം ആര് സ്വന്തമാക്കുന്നു. ഏതായാലും ഈ ഒരു അപ്ഡേറ്റ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും